ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. കുറേ നാളായി കണ്ടിട്ട്. എങ്ങനെ നമ്മള് ടർക്കി ഇട്ട് ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മൾ ആക്ച്വലി വളരെ ഒരു ഇമ്പോർട്ടന്റും പേഴ്സണൽ ടോക്ക് ആവാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് തവണ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ജോബ്, ഇപ്പോഴത്തെ ജോബ്. നമ്മളൊരു Q&A ഒരു റഫായിട്ട് ചെയ്താലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തായാലും പ്രത്യേകിച്ച് വേറെ ഒന്നും ഇപ്പൊ നമുക്ക് ചെയ്യാനില്ല. വീട്ടിലിരുന്ന് കുറച്ച് വ്ളോഗ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പൊ ഇതിലെ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ജോബ്സും ഒരു പേഴ്സണൽ ടോക്കാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനുണ്ടല്ലോ പ്രിയയുടെ ഞാൻ പ്രിയയുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രിയനോട് ആദ്യമേ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഗ്രാജുവേറ്റ് പഠിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ പറഞ്ഞു ഉണ്ടെന്ന്. 9 കല്യാണത്തിന് മുമ്പേ ചോദിച്ച കാര്യം പറഞ്ഞ 9 വർഷമായി. ഞാൻ പറഞ്ഞു പ്രിയ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണണം എന്ന്. ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല ഞാൻ പ്രിയ ഗ്രാജുവേറ്റ് ആണോ അല്ലയോ. പക്ഷേ ഞാൻ എന്റെ ഒഹായോ ലൈറ്റ് ഭയങ്കര ഒഹായോ യൂണിവേഴ്സിറ്റിന്ന്. കാരണം എന്താ പറയാ, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോ നമ്മൾ വെറുതെ ഞാൻ പറയട്ടെ, ഐ ആം വെരി പ്രൗഡ് ഓഫ് മൈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് ഇതെന്റെ ഒഹായോ യൂണിവേഴ്സിറ്റിയുടെ കണ്ടോ? പ്രിയ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒഹായോ യൂണിവേഴ്സിറ്റിയുടെ പതുക്കെ ഗ്രാജുവേഷൻ കഷ്ടപ്പെട്ടെടുത്താണ്. MBA ഒഹായോ യൂണിവേഴ്സിറ്റിന്ന്, അമേരിക്കൻ യൂണിവേഴ്സിറ്റിന്ന് ഞാൻ പാസ്സായതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് പറയാൻ വന്നത് എന്താണെന്ന് ഇത് കഴിയുമ്പോ ആദ്യത്തെ കോൾ ആരായിരിക്കും അറിയോ? മമ്മി ഡാഡി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ എപ്പോഴും പറയും. മണ്ടത്തരം പറയുമ്പോ ഞാൻ പറയും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ലപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്റെ പറയാം. ഞാൻ ആക്ച്വലി കുറച്ച് എനിക്കൊന്നൊരു 5th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ഇവിടുത്തെ ഭവൻസിലെ ഗിരിനഗറിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുവൈറ്റിൽ പോയി 12th വരെ അവിടെ പഠിച്ചു. ആൻഡ് എനിക്ക് ആക്ച്വലി എൻ്റെ കുവൈറ്റിലത്തെ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അധികം ഇഷ്ടമൊന്നും ആയിരുന്നില്ല. എൻജോയ് ചെയ്തു. ഒരുപാട് ടൈപ്പ് ഓഫ് നാഷണാലിറ്റീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഐ പേഴ്സണലി ഡിൻ എൻജോയ് കുവൈറ്റ് ലൈഫ്. കാരണം അവിടെ ഞാനൊക്കെ പഠിച്ചപ്പോൾ ഇത്രയും ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ കോമ്പറ്റീഷൻ, ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസും അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. ജസ്റ്റ് പഠിത്തം വീട്. ആൻഡ് ടു ബി ഓണസ്റ്റ് എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിന്റെ അപ്രോച്ചും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഭയങ്കര ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ടൈപ്പ് ടീച്ചിങ് ആയിരുന്നു ഞാൻ പഠിച്ചപ്പോൾ. ഗൾഫ് ഇന്ത്യൻ സ്കൂളിലായിരുന്നു. സോ ഐ ഡിൻ എൻജോയ് മൈ സ്കൂൾ ലൈഫ് ഫ്രം 5th സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്മയിൽ വന്നു. കോളേജ് ഭവൻസ് ഐ ഡോണ്ട് റിമെമ്പർ. 5ാം ക്ലാസ് വരെ ആകുമ്പോൾ അറിയാലോ, അങ്ങനെ ഓർമ്മ കിട്ടില്ല. അത് കഴിഞ്ഞ് ചിന്മയെ പഠിച്ചപ്പോഴും ഒരു ആക്ടിവിറ്റി ഇല്ലായിരുന്നു. വളരെ കുറച്ച് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ചിന്മയ കോളേജിൽ. ക്യാമ്പസ് ഒന്നും ഇല്ലായിരുന്നു. സോ അതും അത്രയും അടിപൊളിയല്ലായിരുന്നു. പക്ഷെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അത്രയാവട്ടെ. അപ്പൊ പ്രിയയുടെ ഗ്രാജുവേഷൻ വരെ പറയട്ടെ. ഞാനും എടുത്തിട്ടുണ്ടെങ്കിലേ ബാറ്ററി ഓഫ് ആയതാണ്, അല്ലാതെ അടി ഉണ്ടായതല്ല കേട്ടാ. ബാറ്ററി മാറ്റിപ്പോ വെച്ചിരിക്കുകയാണ്. ഭയങ്കര അടിയായിരുന്നു, അതുകൊണ്ട് അടിയെ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ പ്രിയ പഠിച്ചത്? അപ്പോ ഞാൻ എന്റെ സ്കൂളിംഗ് ഭവൻസിലായിരുന്നു. കോളേജൊക്കെ സെന്റ് ജോസഫിലാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങൾ ഭവൻസിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് പരിചയമൊന്നും ഇല്ല കേട്ടാ. അതില്ല നമ്മള്. പക്ഷെ ഞങ്ങള് ദില്ലുന്റെ ചേച്ചിയും ഞാനും ചേച്ചിയൊക്കെ ഒരേ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് സ്കൂൾ ബസ് കയറി പോയതല്ല. ഞാൻ പക്ഷെ ബസ്സിൽ പോയില്ലായിരുന്നു കേട്ടോ. ഞാൻ സൈക്കിൾ ഭയങ്കര സ്പീഡ്. അന്നത്തെ ടെററായിരുന്നു ഞാൻ സൈക്കിളില്. സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ ഏരിയയിലുള്ള എല്ലാവർക്കും. ഞാൻ പോകുമ്പോ മറ്റേ ഇപ്പത്തെ ഈ പിള്ളേർ സ്പോർട്സ് കാസ് ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോ എല്ലാവരും റോഡ് ക്ലിയർ ചെയ്യില്ല. അതുപോലെയാണ് ഞാൻ സൈക്കിൾ ഓട്ടുമ്പോ. നിന്നിട്ട് ഓടിക്കുള്ളൂ, നല്ല സ്പീഡ് കിട്ടുള്ളൂ. അന്ന് അത്രയും കാസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കര റാഷ് ഡ്രൈവർ ആയിരുന്നു ഞാൻ സൈക്കിളില്. ഓക്കെ, അപ്പോൾ കോളേജിലാണ്, സെൻറ് ജോസഫ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ PG, ആ സമയത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ PG കോഴ്സ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ PG ചെയ്തത് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ IGNOU യൂണിവേഴ്സിറ്റിയുടെ ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സും ചെയ്തു.
അപ്പൊ PG യുടെ സർട്ടിഫിക്കറ്റ് കാണണം കേട്ടോ എനിക്ക്. അതെനിക്ക് അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ സെന്റർ പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് PG ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എന്തോ ഉണ്ടോ? ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയല്ലോ. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ PG ചെയ്ത കാര്യം. അത് കഴിഞ്ഞത് ഇവിടെ കത്രക്കടവിലാണ് എന്റെ ഓഫീസ്. അത് നമുക്ക് ബുക്സ് ഒക്കെ പോസ്റ്റൽ വഴിയാണ് വരുന്നത്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അങ്ങനെയായിരുന്നു PG. അത് കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് NIFT ചെയ്തു. പക്ഷെ അത് 1 year 2 years ചെയ്തോണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് കൂടുതലും പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മിക്കപ്പോഴും ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടിംഗ്. അതുകൊണ്ട് ഇവിടെ കുറേ ക്ലാസ്സസ് മിസ് ചെയ്തു. അങ്ങനെ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രിയയുടെ അന്നങ്കാട്ടി രസമായിട്ടുള്ള സംഭവം എന്താണെന്ന് പറയുക, ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പഠിത്തത്തിനെ കുറിച്ച് ഒന്നും പറയത്തില്ല. എന്താ വെച്ചാൽ ഞാൻ ഫുൾ ടൈം ആക്ടിവിറ്റീസ് അതിനെ കുറിച്ച് എനിക്ക് അതാണ് കൂടുതൽ താല്പര്യം. എന്താ വെച്ചാൽ ക്ലാസ്സിൽ രാവിലെ കയറുക, അപ്പൊ തന്നെ ആരെങ്കിലും വന്നിട്ട് മിസ് പ്രിയങ്ക ഇസ് വാണ്ടഡ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ അതൊരു സുഖമാണ്. അപ്പൊ തന്നെ സ്കൂട്ടിയും ക്ലാസ്സിന്ന്. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോകും, ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് യൂത്ത് ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആണല്ലോ. അപ്പൊ ഞങ്ങൾ തിരുവാതിര, മോഹിനിയാട്ടം, ഭരതനാട്യം, ഗ്രൂപ്പ് ഡാൻസ് എല്ലാത്തിലും പോയി ചേരും കേട്ടോ. ക്ലാസ്സിൽ കയറണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ 2 സമയത്ത് സ്കൂളിലും കോളേജിലും ഇത് തന്നെയാണ്. പക്ഷെ സ്കൂളിൽ എല്ലാവർക്കും അറിയായിരുന്നു ഞാൻ കലാത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസറാണ്. അതുകൊണ്ട് ഞാൻ എവിടെ അഡ്മിഷന് പോയാലും ആദ്യം തന്നെ എന്നെ ഡാൻസിന് കയറ്റും. അതുകൊണ്ടൊരു ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു ഭാഗ്യമില്ലായിരുന്നു. കാരണം ഞാൻ സ്പോർട്സിലും നല്ലതല്ലായിരുന്നു, കൾച്ചറൽ ആക്ടിവിറ്റീസ് നല്ലതല്ലായിരുന്നു. പിന്നെ ഞാൻ പോയ കോളേജിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഈ MBA നമുക്ക് US പോയി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇറ്റ്സ് വാസ് സോ എക്സ്പെൻസീവ്. പിന്നെ ഞാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കണ്ടുപിടിച്ചിട്ട് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA എടുക്കാൻ വേണ്ടി ട്വിന്നിങ് പ്രോഗ്രാംസ് കുറേ കണ്ടു കേട്ടോ. അപ്പോൾ അതിൽ 1 വർഷം നമുക്ക് ഇന്ത്യയിലും ബാക്കിയുള്ള 1 വർഷം US പഠിക്കാം. അതാകുമ്പോൾ ഫീസ് ഭയങ്കര കുറവായിരുന്നു. ഏകദേശം ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോ. മറ്റേ ഫുൾ MBA ഒരു 20 lakhs ഒക്കെ ആയിരുന്നു US വരുന്നത് ഏകദേശം, ഐ ഡോണ്ട് റിമെമ്പർ. പക്ഷെ ഇതാകുമ്പോൾ ഒരു 4 to 5 lakhs ക്ലോസ് 6 lakhs നിൽക്കുമായിരുന്നു. ഞാൻ ഈ 1 വർഷം ക്രൈസ്റ്റ് കോളേജിലാണ് ബാംഗ്ലൂരിൽ പഠിച്ചത്. പക്ഷേ ഒഹായോ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ്, ക്രൈസ്റ്റ് കോളേജിൽ MBA ആയിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എടുത്തത്, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ US പോയി അവിടെ 1 വർഷം പഠിച്ച് തിരിച്ചു വന്നു. മാസ് കോമിന്റെ ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽസ് ആയിട്ട് ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യണം. അതിന് ഞാൻ സെന്റ് ജോസഫ് സ്കൂളിൽ തന്നെ 1 മാസം ടീച്ചറായിട്ട് പോയി പഠിച്ചു. ഗുഡ് മോർണിംഗ് മിസ് പ്രിയ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ സാരിയൊക്കെ വേണം എടുത്തിട്ട് പോവാൻ. അപ്പോൾ 5ാം ക്ലാസ് 4ാം ക്ലാസ് ആണെന്ന് കണ്ടോ തോന്നി. പക്ഷെ അതിലുള്ള ചില കുട്ടികൾ എന്നെ ഇപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്, മിസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു ട്രാവൽ ഏജൻസിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും അറിയില്ല എനിക്ക്. ട്രാവൽ ഏജൻസിയിൽ 1 മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഫൈനൽ ഇയർ ആവുമ്പോൾ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാൻ ഇപ്പൊ ഈ MBA കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് പേര് നമ്മളോടും ഈ MBA കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാനൊരു റിസർച്ച് ചെയ്ത് ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയാം. അപ്പോൾ ആ സമയം കൊണ്ട് പ്രിയയുടെ സർട്ടിഫിക്കറ്റ് തപ്പിയിട്ട് വരും. ആ സമയം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനിയുള്ള ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് കാണുക. കാരണം ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അറിയാലോ ഇപ്പോൾ ഈ കോവിഡ് കാരണം ഒരുപാട് പേരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, എസ്പെഷ്യലി സ്റ്റുഡൻസിനൊക്കെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ട്. ജോബ് കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസിന് ജോലി പോയവർക്ക് അവർക്ക് ഇനി ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഒരുപാട് പേർക്ക് കാണുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാനിപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഞാൻ MBA എടുത്തിട്ടുണ്ട്. ആൻഡ് യു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് MBA. നിങ്ങൾ ഏത് ഫീൽഡാണെങ്കിലും, വെദർ യു ആർ എൻ ആക്ടർ, വെദർ യു ആർ എൻ എഞ്ചിനീയർ, വെദർ യു ആർ എ കുക്ക് or a chef, ഏത് ഫീൽഡ് ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എസ്പെഷ്യലി MBA will help you in the future. For example, if you are a chef and you want to start an own restaurant, your MBA knowledge will help you. You are an engineer, you want to start your own firm, will help you. MBA will help you. അതുമാത്രമല്ല ഈവൻ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങും നമുക്ക് ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാവാൻ MBA is a must എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട്, പൈലറ്റ്സ്, എവ്രിവൺ ഇസ് ഡൂയിങ് MBA. ആൻഡ് എൻ്റെ കാര്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഗ്രാജുവേഷൻ ഞാൻ പറഞ്ഞില്ല കൊച്ചിയിലാണ് ഇത് ചെയ്തത്. MBA നിങ്ങൾക്കറിയാം ഞാൻ ട്വിന്നിങ് ആയിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ MBA എടുക്കാവുന്നപ്പോൾ ഒരു മെയിൻ ഹേർഡിൽ obviously is the fees. എൻ്റെ ആക്ച്വലി അന്ന് എഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇറ്റ് വാസ് എ ബിഗ് എമൗണ്ട് ഫോർ us. ആൻഡ്
നമ്മളത് എടുക്കുന്ന ഒരു ഹോപ്പ് എന്താ, ഉടനെ തന്നെ നമുക്ക് നല്ല ജോലി കിട്ടും, അത് വെച്ച് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാം, ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു തീർക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ബേർഡൻ ആയിരുന്നു. എസ്പെഷ്യലി എനിക്ക് പേഴ്സണലി അതൊരു ബേർഡൻ ആയിട്ട് തോന്നി. കാരണം ഞാൻ വിചാരിച്ച പോലെ എനിക്കൊരു നല്ല ജോലി അല്ലെങ്കിൽ അത്ര ഹൈ പേയിങ് ജോബ് ഞാൻ ഇത്രയും നല്ലൊരു MBA പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഏകദേശം ഒരു 3-4 വർഷം, ക്ലോസ് ടു 5 years വർക്ക് ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ചിലവൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സ്പെൻഡ് ചെയ്ത മണിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളായിരുന്നു. സോ അങ്ങനെ എനിക്ക് മാത്രമല്ല, നമുക്ക് ഒരുപാട് പേർ, നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേരാണ് ഈ ലോണൊക്കെ അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നതെന്ന്, എഡ്യൂക്കേഷൻ ലോണൊക്കെ അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, സൺസ്റ്റോൺ എഡ്യൂവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവരെന്നെ കോൺടാക്ട് ചെയ്തു. ഞാൻ ഒരു മാസത്തിന്റെ മേളിലായി അവരായിട്ട് കമ്മ്യൂണിക്കേഷനിലായിട്ട്. കാരണം ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറയുന്ന പോലെ എപ്പോഴും എഡ്യൂക്കേഷൻ ഇസ് നമ്പർ 1 എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു, ഞാൻ ഓരോ പോയിന്റ്സും ചോദിച്ചു, ഞാൻ പഴയ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിച്ചു, അവിടുത്തെ പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആയിട്ട് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഞാൻ ശരിക്കും ഒരു മാസത്തിന്റെ മേളിലായി ഇതിന്റെ പുറകെ നടക്കുന്നു. ആൻഡ് ഇനി ഞാൻ ഇതിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ കയ്യിൽ കുറച്ച് പോയിന്റേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് ഐ ഡോണ്ട് മിസ് ഔട്ട് എനിത്തിങ്. സോ ഞാൻ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലീസ് ലിസൺ കെയർഫുള്ളി ആൻഡ് യു ഷെയർ ദിസ് വീഡിയോ വിത്ത് ഫ്യൂച്ചർ എഡ്യൂക്കേഷന് പോകാൻ താല്പര്യമുള്ളവരായിട്ട്, പാരൻസോ സ്റ്റുഡൻസോ ആയിട്ട് ആരായിട്ടെങ്കിലും ഷെയർ ചെയ്യുക. ഐ എം ഷുവർ ടു ബി റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, മെയിൻ തിങ് എന്താണെന്ന് അറിയാം, സൺസ്റ്റോണിൻ്റെ അവരുടെ ഒരു ക്യാച്ച് ഫ്രേസ് അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് തന്നെ എഡ്യൂക്കേഷൻ ദാറ്റ് വർക്ക്സ് എന്നാണ്. ഇവർ ആക്ച്വലി ഒരുപാട് കോളേജസ് ക്യാമ്പസസ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. അവർക്ക് ഏകദേശം 15+ ക്യാമ്പസസ് ഉണ്ട്. അവർക്കിപ്പോൾ കേരളത്തിൽ തുടങ്ങാൻ പോകുന്നു. ദേ ഹാവ് ഇൻ ബാംഗ്ലൂർ, ഹുബ്ലി, ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട്, പൂനെ, തമിഴ്നാട്, കേരളയിലൊക്കെ ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നുണ്ട്. സോ ഈ 15+ ക്യാമ്പസ് ഉണ്ട്. ആൻഡ് വൺസ് യു പാസ് ദെയർ എൻട്രൻസ് ടെസ്റ്റ്, അവരുടെ സ്വന്തമായിട്ട് ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്യാമ്പസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. So that's an advantage. You can study anywhere in India, wherever they have campus. And ഇപ്പം ഓൺലൈൻ ആണ്, ഓബ്വിയസ്ലി ഇപ്പം അവരുടെ ക്ലാസ് ഓൺലൈൻ ആണ്. ആൻഡ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? പേ ആഫ്റ്റർ പ്ലേസ്മെന്റ്, വിച്ച് ഐ ഹാവ് നെവർ ഹേർഡ് ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. പേ ആഫ്റ്റർ പ്ലേസ്മെന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ MBA 2 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി കിട്ടിയിട്ട് നിങ്ങൾ അവരുടെ ഫീസ് അടച്ചാൽ മതി. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു പേ എ ഫീസ്. ഐ തിങ്ക് സോ ഇറ്റ്സ് അറൌണ്ട് 1.25 lakhs, വിച്ച് ഇസ് ആക്ച്വലി സോ ലെസ് അല്ലേ? ബാക്കിയുള്ള ഒരു MBA, നല്ലൊരു MBA കോളേജസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് സോ ലെസ്. 1.25 lakhs അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നിങ്ങളുടെ ഫീസ് അടയ്ക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി. അത് ഞാൻ ചോദിച്ചു, എത്രയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിൻ്റെ 10 times എന്ന് പറയുമ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20,000 രൂപയുടെ ജോലിയാണെങ്കിൽ 20,000 into 10, ആ 10 times പ്ലസ് ഈ 1.25 lakhs, അപ്പോൾ ഏകദേശം 3.25 lakhs ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഫീസ്. അത് ഒറ്റയടിക്ക് അടക്കേണ്ടി വരില്ല. യു ക്യാൻ പേ ദാറ്റ് ഓൾസോ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. സോ അത് തന്നെയാണ് ഒരു വലിയ റിലീവ്. കാരണം ദേ ആർ ടേക്കിംഗ് ദ റിസ്ക്. അവർ നിങ്ങൾക്ക് ജോലി വാങ്ങി തരുന്നുള്ള ഒരു ഉറപ്പിലാണല്ലോ അവർ ഈ ഒരു ഓഫർ തരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് MBA കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നേരിട്ട് ബുക്കിഷ് നോളജ് നല്ല പഠിത്തമൊക്കെ ആയിരുന്നു MBAയിൽ, നമ്മളെ ഉഴപ്പില്ല. പക്ഷെ നേരിട്ട് ഓഫീസിൽ പോയപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബുക്കിൽ പഠിച്ചത് എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയില്ല ജോലിയിൽ. എനിക്ക് ആ കൂടെ ഒരു മന്ത്സ് ഇന്റേൺഷിപ്പ് ഉള്ളായിരുന്നു. പക്ഷെ ഇവർക്ക് ഇവിടെ 9 months of paid internship is there, which is absolutely wonderful. കാരണം you will get to know your office environment, how to work in real world, എങ്ങനെയാണ് ശരിക്കുള്ള ഒരു ജോലി സ്ഥലത്ത് എന്തൊക്കെയായിരിക്കും ചലഞ്ചസ്, ഇനി ആ ജോലി തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ 9 months of paid internship. അപ്പോൾ അത് വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ഹോസ്റ്റൽ ചിലവോ നിങ്ങളുടെ വട്ട ചിലവൊക്കെ നടക്കും. അതും ഒരു കാര്യമുണ്ട്, പെയ്ഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്. സോ ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് തോന്നിയത്. 2 years കോഴ്സ് ആണ്. അതല്ലാതെ ഞാൻ ഇവരുടെ അലുമിനൈസ് ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു പേഴ്സണൽ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം ഈ 9 മാസം ഈ ഇന്റേൺഷിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല, നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. യു ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ യുവർ ബെറ്റർമെന്റ്. യു കാൺ എക്സ്പെക്ട് എവറിത്തിങ് ടു ബി വെരി സ്പൂൺ ഫെഡ് ലൈക്ക് നോർമൽ ക്യാമ്പസ്. സാധാരണ ക്യാമ്പസ് പോലെ ഇരുന്ന് ഈ ബുക്കിലിരുന്ന് പഠിച്ചല്ല. അപ്പോൾ ഈ 9 മാസം ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. പിന്നെ വലിയൊരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് അയ്യോ ഇത്ര പോയാലും ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ ഇത്രയും പൈസയല്ലേ പോകുള്ളൂ എന്ന് വിചാരിച്ച് ആ ഒരു മൈൻഡിൽ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട്
ഇവരുടെ ബാക്കിയുള്ള പഴയ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് തോന്നിയത്. ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. ഇഫ് യു ഫോക്കസ്, ദിസ് ഇസ് എ റിയലി ഗുഡ് ഓപ്ഷൻ. പിന്നെ ഇവിടെ നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങൾക്ക് ഭയങ്കര വേൾഡിലെ ബെസ്റ്റ് ജോലിയൊന്നും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മേ ബി ഇഫ് യു ആർ ലക്കി യു വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷെ അല്ലെങ്കിൽ ഒരു ആവറേജ് സാലറി ഐ തിങ്ക് ഇറ്റ്സ് 3.54 lakhs. ഏറ്റവും ഹയസ്റ്റ് കിട്ടിയിരിക്കുന്ന ആൾക്ക് 10 ലക്ഷമാണെന്ന് തോന്നുന്നു. സോ എക്സ്പെക്ടേഷൻസ് എപ്പോഴും റിയൽ ആയിട്ട് വെക്കുക. പിന്നെ ഇവർക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഇവർ പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നത് ഗൂഗിള്, സൊമാറ്റോ, ആമസോൺ, അങ്ങനത്തെ ഒരുപാട് കമ്പനീസ്, ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ നല്ല നല്ല കമ്പനീസിലാണ് അവരുടെ പ്ലേസ്മെന്റ്സ് ഒക്കെ പോയിരിക്കുന്നത്. ഇവരുടെ പ്ലേസ്മെന്റ് പറയുന്നത് 150% പ്ലേസ്മെന്റ് ആണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്ക് 2 ഓഫർ വെച്ച് വരെ കിട്ടാറുണ്ട് പൊതുവെ. സോ സ്റ്റുഡൻസ് ക്യാൻ ചൂസ്. ആക്ച്വലി ഇവരുടെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അവരുടെ ഈ 200 സ്റ്റുഡൻസിന് 350 ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതേ പറഞ്ഞേ ഒരാൾക്ക് 2 ഓഫേഴ്സിന്റെ അടുത്ത് വെച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിനാണെങ്കിൽ ഏകദേശം 600 പിള്ളേർക്കുള്ളവർക്ക് 800 ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ ഓഫേഴ്സ് ഒരുപാട് കിട്ടുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഈ ഇൻഡസ്ട്രി ലീഡേഴ്സ് ഒക്കെയാണ് അവരുടെ ഈ പ്രൊഫസേഴ്സും അതൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ. അതുകൊണ്ട് അവർക്ക് ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളും ഇതിലൊരു എഫേർട്ട് എടുത്ത് യു ഹാവ് ടു കോൾ ദം, സ്പീക്ക് ടു ദം ഡയറക്ട്ലി, ട്രൈ ടു സ്പീക്ക് ടു ദ പാസ് ഔട്ട്. അവിടുന്ന് പാസ് ഔട്ട് ആയ പിള്ളേരായിട്ട് സംസാരിക്കുക. ഞാൻ എൻ്റെ ഭാഗത്ത് മാക്സിമം ചെയ്തു. പക്ഷേ ഇറ്റ്സ് യുവർ ഫ്യൂച്ചർ, ഇറ്റ്സ് യുവർ കരിയർ. നിങ്ങൾ ഇതെല്ലാം അന്വേഷിക്കുക. വീണ്ടും ഇത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ് ബിക്കോസ് ഐ ഫെൽറ്റ് ഇറ്റ്സ് എ റിയലി ഗുഡ് ഓപ്ഷൻ, എസ്പെഷ്യലി ഫീസിൻ്റെ കാര്യത്തിലും ഇവരുടെ ജോലി കാര്യത്തിലൊക്കെ. സോ ഇഫ് യു വർക്ക് ഹാർഡ്, ഐ എം ഷുവർ യുവർ സക്സസ് ഇസ് ഗ്യാരണ്ടീഡ്. അപ്പോൾ എന്തായാലും ഇവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൽ പോയി ജസ്റ്റ് ടേക്ക് എ ലുക്ക്. ഇഫ് യു ഇൻട്രസ്റ്റഡ്, ഗിവ് ദം എ കോൾ. കൂടുതൽ അറിയാൻ നോക്കി ഇതിനെക്കുറിച്ച്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ MBA എടുക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ MBAനെ കുറിച്ച്, ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കമന്റ് അടിയിൽ വൈ ഡു യു ഫീൽ യു നീഡ് ടു ഡു എൻ MBA, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എനി ഗുഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് MBA, ജസ്റ്റ് കമന്റ് ബിലോ. ആൻഡ് ഞങ്ങൾക്ക് ആക്ച്വലി അവരുടെ co-founder-ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. co-founder-ആയിട്ട് പീയൂഷ് എന്ന് പറഞ്ഞ മിസ്റ്റർ പീയൂഷ് നാഗ്രുവായിട്ട് നമുക്കൊരു കോൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഹീസ് എ co-founder ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ അതൊക്കെ ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു ലിങ്ക് കൊടുക്കാം. ഇഫ് യു വാണ്ട് ടു എൻറോൾ ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്ലീസ് യൂസ് ദിസ് ലിങ്ക് ടു എൻറോൾ. സോ ദാറ്റ് എനിക്കറിയാൻ പറ്റും എൻ്റെ അടിയിൽ കൂടെ എത്ര പിള്ളേർ പോയിട്ടുണ്ടെന്ന്. ആൻഡ് എനിക്കും നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഐ ക്യാൻ ഈവൻ ഹെൽപ്പ് യു ആൻഡ് ഗൈഡ് യു. ആൻഡ് ഐ എം ഷുവർ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. സോ സീരിയസ് ആയിട്ട് MBA അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉള്ളവർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപ്രോച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം നമ്മുടെ ജോബ്സിനൊക്കെ കുറിച്ചായിരുന്നു. ഞാൻ ആക്ച്വലി ഏറ്റവും ഇന്റേൺഷിപ്പ് ആക്ച്വലി എനിക്ക് വളരെ കുറവായിരുന്നു. ഞാൻ 1 മാസം കണ്ടാണ് ഒരു റാസൽ കൈമയിലെ കമ്പനിയിൽ വർക്ക് ചെയ്തത്. പക്ഷെ താല്പര്യമില്ലാതെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആക്സെഞ്ചറിന് തന്നെ ഒരു സബ്സിഡി ഉണ്ട് ബാംഗ്ലൂരിൽ. അവിടെ ഞാനൊരു 8 months 9 months വർക്ക് ചെയ്തു. പക്ഷെ ഐ ഡിഡ്ന്റ് എൻജോയ് മൈ ജോബ് അറ്റ് ഓൾ. ആൻഡ് അച്ഛനും അപ്പളേക്കും കുറച്ച് വയ്യാതൊക്കെ. സോ എനിക്ക് ആക്ച്വലി US നിൽക്കാനും താല്പര്യമില്ലായിരുന്നു. ആക്ച്വലി എൻ്റെ കരിയർ ഫുൾ മിസ് പ്ലാനിങ് ആയിരുന്നു കേട്ടോ. കാരണം ഈ MBA പഠിച്ചിട്ട് ഞാൻ വെളിയിൽ പോയപ്പോൾ ശരിക്കും US അത് ജോലി കിട്ടില്ല. കാരണം നമുക്ക് വീസ ആക്ച്വലി ലിമിറ്റഡ് വീസയാണ്. നമ്മൾ US പോയി പഠിക്കുമ്പോൾ ഉള്ള ഒരു വീസയല്ല ഈ ഒരു ട്വിന്നിങ് പ്രോഗ്രാമിന് കിട്ടുന്നത്. സോ എനിക്ക് കോഴ്സ് കഴിഞ്ഞോടെ ഇങ്ങോട്ട് വരേണ്ടി വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ പ്ലേസ്മെന്റ്സ് കിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ഒരു കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ ഫുൾ ഇതായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. ലാസ്റ്റ് ഒരു ജോലി കിട്ടി വിച്ച് വാസ് നോട്ട് വെരി ഹൈ പേയിങ്. And I didn't enjoy ബാംഗ്ലൂരിൽ. I didn't enjoy my job also. എന്റെ ഓഫീസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. വെളിയിൽ നിന്ന് കേട്ടാ. ഞങ്ങൾ അതിനിട്ട് ബാംഗ്ലൂരിൽ ടൂറിനൊക്കെ പോയപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്ക് ജോലി ചെയ്യാൻ ഒരു മൈൻഡില്ല. പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ഫാദറിനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി കുറച്ച് നാളത്തേക്ക്. അങ്ങനെ ഞാനും ജെനിച്ചേച്ചി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. ഷീ ഈസ് ആക്ച്വലി ലൈക്ക് എ സിസ്റ്റർ ഫ്രം അനദർ മദർ. ചേച്ചിയാണ് എനിക്ക് ഇപ്പോൾ GoPro ഒക്കെ അയച്ചു തന്നത് നമ്മുടെ വ്ളോഗിങ് തുടങ്ങാനായിട്ട്. പ്രിയയ്ക്ക് അറിയാം, പ്രിയയുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ആദ്യം അറിഞ്ഞ ജെനി ചേച്ചിയാണ്. ജെനി ചേച്ചി വരുമ്പോൾ എന്തായാലും ചേച്ചി കൂട്ടി തന്നത്. ജെനി ചേച്ചിയായിട്ട് നമ്മൾ വ്ളോഗൊക്കെ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ക്ലാസ്സിലുണ്ടായിരുന്നു. ഞാനും ജെനി ചേച്ചിയൊക്കെ ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങി. വുഡൻ കാണുന്നുണ്ടാവും. ഞാനും ജെനി ചേച്ചിയായിട്ട് ബിസിനസ് തുടങ്ങി. ഈ വുഡൻ ഫ്ലോറിങ്ങിന്റെ ടൈലിങ്ങിന്റെ ബിസിനസ് ആയിരുന്നു. ആദ്യമൊക്കെ നന്നായി പോയി, പിന്നെ അതും ഭയങ്കര ബുദ്ധിമുട്ടായി. സോ അതൊക്കെ ഞങ്ങളുടെ ലൈഫിലെ ഫെയിലിയേഴ്സ് ആണ്. എന്റെയും ചേച്ചിയുടെയും. ചേച്ചി ഓൾസോ ഹാഡ് എ വെരി ഹൈ പേയിങ് ജോബ്. അത് വിട്ടിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. അവിടെ ഞങ്ങൾ തോറ്റു. വി ഡിഡ്ന്റ് ഡു വെൽ.
അതിന്റെ ഒരുപാട് ലയബിലിറ്റി ഒക്കെ ഉണ്ടായി. പക്ഷെ അതിനൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് ഞാൻ ആക്ച്വലി സിനിമയിൽ അത് കഴിഞ്ഞിട്ടാണ് കയറാൻ തുടങ്ങിയത്. സിനിമയിൽ സക്സസ്ഫുൾ ആയില്ലെങ്കിലും ആ സമയത്ത് എനിക്ക് എന്റെ ഈ ബാക്കപ്പ് ആയിട്ട് ഒരു മെഡിക്കൽ ബിസിനസ് തുടങ്ങാൻ പറ്റി. അത് അത്യാവശ്യം സക്സസ്ഫുൾ ആയി പോയി. അതും എന്റെ കഴിവല്ല, എന്റെ ഫാദറിന്റെ ബ്രദറിന്റെ കഴിവാണ്. ഹീസ് ആക്ച്വലി വെരി ഗുഡ് ഇൻ ദിസ് ഫീൽഡ്. അപ്പൊ എന്റെ ബ്രദറാണ് എല്ലാം നോക്കി നടക്കുന്നത്. സോ ഹി വാസ് ദ മെയിൻ സപ്പോർട്ടിങ് ഇൻ ദിസ് ബിസിനസ്. അതുകൊണ്ട് അത് നന്നായി പോയി. അതുകൊണ്ട് ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് സിനിമയിൽ കുറച്ച് കയറാൻ നോക്കി. പക്ഷെ സിനിമയിൽ ഞാൻ അധികം സക്സസ്ഫുൾ ആയില്ല. സോ ഒരുപാട് പേര് ഞങ്ങളുടെ ലൈഫിലെ ഫെയിലിയേഴ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നവര് ടോട്ടലി റോങ് ആണ്. പ്രിയ എത്ര ഓഡീഷന് പോയിട്ട് കിട്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെ വി ഡോണ്ട് ലൂസ് ഹോപ്പ്. അതാണ്. സോ ഫെയിലിയേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പോഴും ഇപ്പൊ ഒരു 3-4 months ബാക്ക് ഒരു ഓഡീഷൻ നമ്മൾ കൊടുത്തില്ലേ, നമ്മൾ ഇത്രയും നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരായിട്ടും നമുക്ക് ഓഡീഷന് പോകാനോ ഒന്നിനും. ഞാൻ പറയട്ടെ, ആർക്കാണെങ്കിലും ഒരു അവസരം, ജോലിയാണെങ്കിലും കരിയർ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും, നമ്മളായിട്ട് എത്ര വലുതാണെങ്കിലും അവസരം തേടിപ്പോയി നമ്മൾ ഒരു വലിയ സംഭവം വിചാരിക്കരുത്. നമ്മൾ എപ്പോഴും തുടക്കത്തിലാണ്. ഇപ്പോഴും മോഹൻലാല് തരില്ല. ഇപ്പോഴും മോഹൻലാലൊക്കെ ഓപ്പർച്യൂണിറ്റി ചോദിക്കും. അമിതാഭ് ബച്ചന്റെ ഒരു കഥ ഞാൻ ചെറുതായിട്ട് പറയാം. അമിതാഭ് ബച്ചൻ മിസ് വേൾഡ് ഒക്കെ നടന്ന് ഫ്ലോപ്പായി നിൽക്കുന്ന സമയത്ത് കടം കയറി പുള്ളിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അത് സൂപ്പർ സ്റ്റാർഡത്തിൽ നിന്ന ഒരാളാണ്, സിനിമയില്ല, ഒന്നുമില്ല. പുള്ളി യശ്രാജിന്റെ വീട്ടിൽ പോയി ചാൻസ് ചോദിച്ചിട്ടാണ് മൊഹബത്തെ എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെ ഒരു കംബാക്ക് ഉണ്ടായത്. സോ ഫെയിലിയേഴ്സ് ആർ പാർട്ട്. ഫെയിലിയേഴ്സ് ഇല്ലാതെ സക്സസ് ഇല്ല. പക്ഷെ നമ്മൾ കീപ്പ് ഓൺ ട്രൈ, ഒരിക്കലും ഗിവ് അപ്പ് ആവരുത്. ഇപ്പോഴും ഞാൻ ആക്ച്വലി നല്ല ഫിലിംസിന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്കൊരു ഫിനാൻഷ്യൽ യൂട്യൂബ് നന്നായി പോകുന്നതും എൻ്റെ മെഡിക്കൽ ബിസിനസ് ഞാൻ കൊടുത്തെങ്കിലും നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സും സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്കൊക്കെ ഞാൻ കുറച്ച് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഇപ്പൊ ഈ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ട് ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ബാങ്ക് ഓഫ് ഫാഷൻ ബുട്ടീക്ക് തുടങ്ങുന്നു. പക്ഷെ എനിക്ക് അത് തുടങ്ങാനും പറ്റി, അതിനെപ്പറ്റി അറിയാനും പറ്റി. അത് ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ടാണ്, എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഈ 15-10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. പക്ഷെ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഇപ്പൊ എനിക്ക് എന്റെ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്, ഇപ്പൊ എനിക്ക് ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്താ, വെഞ്ചർ ക്യാപിറ്റൽ എന്താ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അങ്ങനെ കുറെ ഫിനാൻഷ്യൽ ടേംസ് ഒക്കെ അറിയാവുന്നത് എന്റെ എഡ്യൂക്കേഷൻ കൊണ്ടാണ്. മാത്രമല്ല ദില്ലു MBA എടുത്തുകൊണ്ടാണ് എന്റെ ബിസിനസിനും കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്നത്. സോ എഡ്യൂക്കേഷൻ, നിങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷനും കരിയർ എന്താണെങ്കിലും ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ വിചാരിക്കും ഫിസിക്സ് എന്തിനാ പഠിക്കുന്നത്, കൊച്ചിലെ വിചാരിക്കും ഫിസിക്സ് എന്തിനാ പഠിക്കുന്നത്, കെമിസ്ട്രി എന്തിനാ പഠിക്കുന്നത്, ബയോളജി എന്തിനാ പഠിക്കുന്നത്, മാത്സ് എന്തിനാ. പക്ഷെ അതൊക്കെ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവും. ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കുറച്ച് ഫിസിക്സ് അറിഞ്ഞറിയാം, ഫുഡിന്റെ കോമ്പിനേഷനെ കുറിച്ച് കുറച്ച് കെമിസ്ട്രി അറിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം. ഉള്ള ഓരോ കാര്യങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. സോ എഡ്യൂക്കേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് ഞാൻ പറഞ്ഞ ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോഴും നമ്മൾ മരിക്കുന്നവരെ നമ്മൾ നമ്മുടെ പാഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് പിന്നെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ട്രാവലും ഈ ഒരു വ്ളോഗിങ് ചെയ്യുന്നത് ഭാഗ്യം കൊണ്ട് നമ്മൾ ഇപ്പം അത്യാവശ്യം ഒരു മിഡിൽ ലെവൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ട് ഇറങ്ങരുത് ട്രാവലും ഇതെന്നൊക്കെ പറഞ്ഞ്. കാരണം നമുക്ക് ആക്ച്വലി ഇതൊരു ഇൻകം സോഴ്സും കൂടെയാണ്. എല്ലാവരും ഇത് നമ്മൾ പോലെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിവൺ ഇസ് നോട്ട് ബ്ലെസ്ഡ് ടു ഡു വാട്ട് ദേ ലൈക്ക് ആസ് എ ജോബ്. ചിലവർക്കല്ലേ ക്രിക്കറ്റ് കളിച്ച് വരുമാനമായിട്ട് അല്ലെങ്കിൽ ഒരു ലൈഫായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര പേർക്ക് ക്രിക്കറ്റ് കളിക്കാൻ പാഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. സോ വി ആർ ലക്കി ഇൻ ദാറ്റ് സെൻസ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പ്രിയ ഈസ് ലക്കി ദാറ്റ് ഷീ ലവ്സ് ഡ്രസ്സസ് ആൻഡ് ഷീ ഈസ് ഏബിൾ ടു ഡു എ ബിസിനസ് ഇൻ ഡ്രസ്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. വെരി റയർലി യു ഗെറ്റ് വെൻ യുവർ പാഷൻ ബിക്കംസ് യുവർ ജോബ്. സോ അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ കാരണം ഇനി നമുക്ക് യൂട്യൂബിൽ വളരാൻ പറ്റും. ചിലപ്പോൾ ഞങ്ങൾ ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണും, സ്മോൾ സ്ക്രീനിൽ വീണ്ടും കാണും. അപ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വേറെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമ്മൾ എടുത്ത എഡ്യൂക്കേഷനിൽ നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. എവിടെയെങ്കിലും നമുക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. വേറെ പ്രത്യേകിച്ച് ഇനിയിപ്പം ഒന്നും പറയില്ല. നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഇതിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഫെയിലിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. സോ ഇനി എന്തായാലും ഇനിയും നമ്മള് വലുതായിട്ട് എന്താകും, എന്ത് പഠിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ എന്തായാലും നമ്മൾ കൊടുത്തിട്ട് പിന്നെ വേദം എന്ത് വേണമെങ്കിലും ഡാൻസറോ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോ വില അറിയാത്തോണ്ടായിരിക്കും. നമ്മുടെ മേക്കപ്പ്, നമുക്ക് പറ്റിയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് പെർ ഡേ 25,000 ഉണ്ടാക്കുന്ന കേരളത്തിലും പെർ ഡേ 1 lakh ഉണ്ടാക്കുന്നത് നാഷണൽ ലെവലിലും. 1-2 ആൾക്കാരല്ല, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ ഫ്രണ്ട്സ് ആണ്. സോ ഒരു ജോബിനെ നിങ്ങൾ പുച്ഛത്തോടെ വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കരുത് എഞ്ചിനീയറും ഡോക്ടറും മറ്റേ ബാങ്കർ ആയാൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ എന്ന്. ദാറ്റ്സ് എ ടോട്ടലി റോങ് കോൺസെപ്റ്റ്. സോ നിങ്ങളുടെ പിള്ളേരുടെ പാഷൻ എന്താണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഏത് ജോബ്
ഈവൻ അവർക്ക് ഒരു ക്ലീനിങ്ങിനെ കുറിച്ച് ട്രെയിനർ ആണെങ്കിൽ തന്നെ ആ ട്രെയിനർ നമ്മുടെ ജെഫ്രിന്റെ ശമ്പളം ഞാൻ പറയുന്നില്ല, കാരണം ടാക്സ് ഒക്കെ പ്രശ്നം വരും, അത്രയും പൈസ ഉള്ള ആൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് ഏത് ഫീൽഡ് നിങ്ങൾക്ക് ക്ലീനിങ് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ ക്ലീനിങ്ങിനാണെങ്കിൽ ഒരു ക്ലീനിങ് ഏജൻസി നടത്തുന്ന ഫ്രണ്ടിന് എനിക്കറിയാം, ഈസ് ഡ്രൈവിംഗ് ലക്ഷറി കാസ് പോവുക. സോ ഏത് ജോബ് ആണെങ്കിലും ബുദ്ധിപരമായിട്ട് നമുക്ക് തിങ്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണം, ഇക്കണോമിക്സിനെ കുറിച്ച് അറിയണം, ജോബിനെ കുറിച്ച് അറിയണം. പക്ഷെ ഏത് ജോബ് ആണെങ്കിലും നമുക്ക് സക്സസ്ഫുൾ ആവാനും റിച്ച് ആവാനും ഉള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. ആൻഡ് പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും പറയാനില്ല. എനിക്ക് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇത് ജസ്റ്റ് എ സ്മോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അവർ എഡ്യൂക്കേഷൻ. നിങ്ങൾ പറയുന്ന ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കുന്നതായിരിക്കും. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ MBA ഇസ് എ മസ്റ്റ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എനിക്ക് MBA എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നോക്കട്ടെ, ചിലപ്പോൾ പ്രിയനെ ഞാൻ ഇതിൽ കൂടെ തന്നെ എൻറോൾ ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾ സൺസ്റ്റോൺ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ലിങ്കിലേക്ക് അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പോയി സൈൻ അപ്പ് ചെയ്യുക, അവരെ വിളിക്കുക, എൻക്വയറി ചെയ്യുക. ആൻഡ് മേ ബി യു വിൽ ബി ദ പെർഫെക്റ്റ് പ്രോഗ്രാം, MBA പ്രോഗ്രാം ഫോർ യു. പറയാൻ പറ്റില്ല, ഞാനും ജോയിൻ ചെയ്യുന്നു. ചിലപ്പോൾ ആയിരിക്കും ഒരേ ക്യാമ്പസിലായിരിക്കും പഠിക്കുന്നത്. ഇനി നമ്മൾ ക്യാമ്പസ് ലൈഫ് ആഗ്രഹിക്കുന്നില്ല. MBA ഗുണം അതാണ്, നമുക്കൊരു 10 വർഷം കഴിഞ്ഞാലും പോയി MBA ചെയ്യാം, നമ്മുടെ എഡ്യൂക്കേഷൻ മിസ്സായി കഴിഞ്ഞാലും. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയില്ല. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവിടെ. എന്റെ ദൈവമേ.